ഇജാസേ, നിന്റെ ID കാർഡ് എവിടെ? നിന്ന് തപ്പുന്ന ഇതാ നിന്റെ ID കാർഡ്. പാൻട്രി കൊണ്ടിട്ടോ അവൻ്റെ ID കാർഡ് ഇങ്ങടുത്തെ. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ID കാർഡ്. എന്നാൽ ഈ ID കാർഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? വാ കാണിച്ചുതരാം. ഇത് E3 ഗ്ലോബൽ സോൺ ആണ്. എൻ്റെ കമ്പനിയിലെ എൻ്റെ എംപ്ലോയിയുടെ ID കാർഡാണ്. ഇജാസിൻ്റെ ID കാർഡാണ്. ഇതിനകത്ത് ഇജാസിൻ്റെ ഫോട്ടോ ഉണ്ട്, ഇജാസിൻ്റെ പേരുണ്ട്, ഇജാസിൻ്റെ ടൈറ്റിൽ ഉണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഒരു ID കാർഡിലും ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇജാസിൻ്റെ ടൈറ്റിലിൻ്റെ താഴെ ഐ ലവ് ടു ബി ഇൻ ദിസ് മൊമെന്റ്. ഇതാണ് ഇജാസ്. ഇജാസ് എന്ന് പറഞ്ഞാൽ ഇജാസിൻ്റെ ഇഷ്ടമാണ്. ഇജാസിൻ്റെ ഇഷ്ടമാണ് ഇജാസിൻ്റെ ഐഡന്റിറ്റി. ഇജാസ് പറയുന്നത് ഈ മൊമെന്റിൽ നിൽക്കാനാണ് ഇജാസിന് ഇഷ്ടം. ഇജാസിനോട് ഫ്യൂച്ചർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള എല്ലാവർക്കും അവരുടെ ID കാർഡിൽ അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാ, 1-2 ID കാർഡ് ഞാൻ കാണിച്ചു തരാം. വാ, ഐഷ ID ഒന്ന് തന്നെ. ഇത് ഐഷയാണ് കേട്ടോ. ഐഷ ഇവിടുത്തെ സീനിയർ അസോസിയേറ്റ് ആണ്. പക്ഷെ അതല്ല ഇമ്പോർട്ടൻറ്റ്. ഐ ലവ് ടു ബി ഹംബിൾ. ഐഷ ഭയങ്കര ഹംബിളാണ്. ഹംബിളായിരിക്കുന്ന ഐഷ അടുത്ത് വലിയ ജാടയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഹംബിളായ ഐഷയെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ഹംബിളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആസിഫാണ്. ആസിഫ് ഐ ലവ് ടു ബി ഇൻ ജേർണീസ്. ട്രിപ്പിലാണ് ആസിഫ് ഫുൾ ടൈം. ആസിഫിന് ഇങ്ങനെ യാത്രകൾ ചെയ്യാനാണ് ഇഷ്ടം. യാത്രകളുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് ആസിഫിനെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മറിയം ഐഡിയ ഒന്നും ഐ ലവ് ടു ബി സക്സസ്ഫുൾ അല്ലാത്ത ഒരു കാര്യവും മറിയത്തിന്റെ അടുത്ത് പോയി പറയരുത്. മറിയം ലവ് ടു ബി ഇൻ സക്സസ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. അവരവരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി ആയിരിക്കണം ID കാർഡിൽ ഉണ്ടാകേണ്ടത്. ഇനി ഞാൻ എൻ്റെ ID കാർഡ് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഐ ലവ് ടു ബി ആക്ച്വലി റിയൽ. എനിക്ക് റിയൽ ആയി ഇരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയും എൻ്റെ വീക്ക്നെസ്സും അതാണ്. എനിക്ക് റിയൽ ആകാനേ പറ്റുള്ളൂ. എനിക്ക് ഫേക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഉള്ളതുപോലെ ചിന്തിക്കാനും പറയാനും ഒക്കെ ഉള്ളതാണ് എൻ്റെ ക്വാളിറ്റിയും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ വെച്ചിട്ട് പുറത്ത് വേറൊന്ന് എക്സ്പ്രസ് ചെയ്യാനൊന്നും അറിയില്ല. മനസ്സിലുള്ളതായിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളാണ് പലപ്പോഴും നമ്മളെ സക്സസ്ഫുൾ ഒക്കെ ആക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ റിയൽ ആകുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഫേക്ക് ആയിട്ട് വരുന്ന ആളുകൾ എൻ്റെ അടുത്ത് വരരുത്. റിയൽ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഞാൻ അട്രാക്റ്റഡ് ആവുള്ളൂ. അത് റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ID കാർഡ്. അപ്പോൾ ഈ ID കാർഡ് എന്ന് പറയുന്നത് ഒരു തരം റെപ്രസെൻറ്റേഷനാണ് നമ്മളുടെ ഇഷ്ടങ്ങളുടെ, നമ്മളുടെ സ്വഭാവത്തെ, നമ്മളുടെ പേഴ്സണാലിറ്റിയുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം ID കാർഡ്. അങ്ങനെ ഓരോ മനുഷ്യനും അവനവൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്, അവനവൻ്റെ ഇഷ്ടമുണ്ട്. അത് ID കാർഡിൽ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ID കാർഡ് നോക്കി ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. കേൾക്കുന്ന ബിസിനസ് ഓണേഴ്സിനോടാണ് അടുത്ത പ്രാവശ്യം സ്റ്റാഫിൻ്റെ ID കാർഡ് അടിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടം ചോദിച്ചിട്ട് ആ ഇഷ്ടം അവരുടെ കാർഡിൽ അടിച്ചു വെച്ചാൽ അയാൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും. എല്ലാവരും യുണീക്കാണ്. എല്ലാവർക്കും യുണീക്കായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും, യുണീക്കായിട്ടുള്ള ടാലൻസ് ഉണ്ടാവും, യുണീക്കായിട്ടുള്ള സ്കിൽസ് ഉണ്ടാവും. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ID കാർഡിലൂടെ മാത്രമല്ല, ലൈഫിലും നമ്മുടെ തോട്ട്സിലും നമ്മുടെ ഇടപാടിലും ഒക്കെ നമ്മുടെ യുണീക്നെസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ എത്രത്തോളം യുണീക്കാണെന്ന് ചോദിച്ചാൽ നമ്മളല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. എനിക്ക് നിങ്ങളെപ്പോലെ ആകണമെന്നൊക്കെ പറഞ്ഞ് ചിലർ നമ്മളെ സമീപിക്കാറുണ്ട്. നിങ്ങളെപ്പോലെ ഒരു ട്രെയിനർ ആകണം. ഞാൻ അവരോടൊക്കെ പറയാറുള്ളത് എന്നെ പോലെ ഒരിക്കലും ആകരുത്. കാരണം അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആകാൻ സാധിക്കില്ല. നമുക്ക് ഒരിക്കലും മറ്റൊരാളാകാൻ സാധിക്കില്ല. മറ്റൊരാളെ പോലെ ആകാനും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ മറ്റൊരാളെ പോലെ ആകാൻ നമ്മൾ കോമ്പീറ്റ് ചെയ്യരുത്. നമുക്കൊരു റെഫറൻസ് ഉണ്ടാകാം. നമുക്കൊരാളെ റെഫറൻസ് ആക്കി വെക്കാം. അയാളുടെ വാല്യൂസ്, അയാളുടെ ക്വാളിറ്റീസ്, അയാളുടെ ക്യാരക്ടർ, അതിൽ നമുക്ക് ഇൻസ്പയർഡ് ആകാം. പക്ഷെ അയാളാകാൻ ശ്രമിക്കരുത്, പരാജയപ്പെടും. നമ്മളെല്ലാവരും യുണീക്കാണ്. നമ്മളുടെ യുണീക്നെസ് കണ്ടുപിടിക്കണം. നമ്മുടെ കുറവുകളെ നമ്മൾ എംബ്രേസ് ചെയ്യണം. നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മളുടെ ബെസ്റ്റ് വെർഷൻ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക. നമ്മളുടെ ഉള്ളിലെ ബെസ്റ്റ് വെർഷനെ നമ്മൾ പുറത്തെടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ലൈഫ്. ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ലൈഫിന്റെ പർപ്പസ് തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ മെച്ചപ്പെട്ട മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന ആ പ്രോസസ് എൻജോയ് ചെയ്യലാണ് നമ്മുടെ ലൈഫിന്റെ പർപ്പസ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് റിയലൈസ് ചെയ്ത് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ടാലൻസും സ്കിൽസും ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ പാഷനുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് ജീവിതത്തിൽ സക്സസ് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും കൊണ്ടുവരാനായി ഈ വരുന്ന ഒക്ടോബർ 5-ാം തീയതി യുണീക്നെസ് ഫെസ്റ്റിൽ കാലിക്കറ്റിൽ അപ്പോളോ ഡിമോറ ഹോട്ടലിൽ നിങ്ങൾ എന്ന വ്യക്തിയുടെ യുണീക്നെസ് തിരിച്ചറിയാനും നിങ്ങളെ ബെസ്റ്റ് വെർഷനിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യാത്തവർ സൈനപ്പ് ചെയ്യുക. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ, നമ്മുടെ കുറവുകളെ എംബ്രേസ് ചെയ്തുകൊണ്ട് സക്സസിലേക്ക് മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറെടുക്കണം. ഐ വിൽ സീ യു ഓൾ ഓൺ യുണീക്നെസ് ഫെസ്റ്റ്. താങ്ക് യു സോ മച്ച്.